അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, ബദരീങ്ങളെ ബഹുമാനിക്കുന്ന മുഹ്യിദ്ദീൻ ഷേഖ് തങ്ങളെ ആദരിക്കുന്ന ഏതൊരു മുഅ്മിനും അവരെ ബഹുമാനിച്ചുകൊണ്ട് അവരുടെ പേരിൽ നേർച്ചയാക്കിക്കൊണ്ട് ആടോ കോഴിയോ അതിനെക്കുറിച്ച് അത്തരക്കാരോ പറയുന്ന ഒരു വാക്കാണ് ഇത് ബദരീങ്ങളുടെ ആടാണ്, ഇത് മുഹ്യിദ്ദീൻ ഷേഖ് തങ്ങളുടെ കോഴിയാണ് എന്ന്. എന്താണ് ഈ പറയുന്നതിൻ്റെ ഉദ്ദേശം? അങ്ങനെ പറയാൻ പറ്റുമോ? അത് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇവിടെ വ്യക്തമാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ബദരീങ്ങൾക്കുള്ള ആട് എന്ന് പറഞ്ഞാൽ മുഹ്യിദ്ദീൻ ഷേഖ് തങ്ങൾക്കുള്ള കോഴി എന്ന് പറഞ്ഞാൽ ആ നേർച്ചയാക്കിയവൻ ഉദ്ദേശിക്കുന്നത് ഞാനൊരു ബദരീങ്ങളുടെ പേരിൽ ഒരു മജ്‌ലിസ് ഉണ്ടാക്കും, ആ മജ്‌ലിസിൽ ആൾക്കാരെ ഒരുമിച്ച് കൂട്ടി അവർക്ക് ബദരീങ്ങളുടെ പേരിൽ ഞാൻ ഭക്ഷണം കൊടുക്കും. അപ്പോൾ ആ ഭക്ഷണത്തിന് വേണ്ടി അന്നത്തെ ദിവസം ഈ ആടിനെ അറുത്തിട്ടാണ് ഞാൻ സ്വതക്ക ചെയ്യുക എന്ന നിയ്യത്താണ് അത്തരക്കാർക്ക് ഉള്ളത്. അതേപോലെ തന്നെ മുഹ്യിദ്ദീൻ ഷേഖ് തങ്ങളുടെ പേരിൽ കോഴിയോ ആടോ അവിടെയും ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയൊരു ചിന്തയാണ്. അതായത് അവരുടെ പേരിൽ ഒരു മജ്‌ലിസ് ഉണ്ടാക്കി കുറച്ച് ആൾക്കാരെ ഒരുമിച്ച് കൂട്ടി ആ മുഹ്യിദ്ദീൻ ഷേഖ് തങ്ങളുടെ പേരിലോ ബദരീങ്ങളുടെ പേരിലോ ഭക്ഷണം കൊടുക്കുമ്പോൾ അന്ന് അർക്കാനുള്ളതാണ് ഇത്തരത്തുള്ള മൃഗങ്ങൾ എന്ന നിയത്ത് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം ആ മുഅ്മിനിന് കിട്ടും. ബദരീങ്ങളെ ബഹുമാനിച്ചതിൻ്റെ പേരിൽ, ബദരീങ്ങളുടെ പേരിൽ സ്വതക്ക ചെയ്തതിൻ്റെ പേരിൽ ആ ബദരീങ്ങളെ കാവൽ ഇവനിക്ക് കിട്ടുമെന്നതിൽ യാതൊരു സംശയമില്ല. ഇതിന് എന്തെങ്കിലും തെളിവുണ്ടോ? അതേ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. ഒരിക്കൽ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ് മരണപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ടവർ ഉമ്മയെ വളരെ സ്നേഹിച്ച ആളായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ടവർ മുത്തനബിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഉമ്മ മരണപ്പെട്ടുപോയി, ഉമ്മക്ക് ഉപകാരം കിട്ടുന്ന രീതിയിൽ ഞാൻ ഏത് സ്വതക്കയാണ്, എന്ത് സ്വതക്കയാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. ഇവിടെ ചോദിച്ചത് വളരെ ശ്രദ്ധയോടുകൂടെ നാം മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ടവർ ചോദിച്ചത് ഫഅയ്യു സദഖത്തിൻ അഫ്ളലു എന്നാണ്. ഞാൻ ഉമ്മാന്റെ പേരിൽ സ്വതക്ക കൊടുക്കണോ എന്നല്ല. അതിൽ യാതൊരു സംശയം സഅദ് റളിയല്ലാഹു അൻഹുവിനിക്കില്ല. പിന്നെ ചോദിച്ചത് എന്താണ് നബിയെ ഞാൻ കൊടുക്കേണ്ടത്? സ്വതക്ക ധാരാളം പല വിധത്തിലുമുണ്ടല്ലോ, പക്ഷേ ഉമ്മാക്ക് ഏറെ ഉപകാരം കിട്ടുന്നത് ഞാൻ എന്തു കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു മുത്തനബിയോട് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അൽ മാഉ, സഅദേ, ഉമ്മാക്ക് വേണ്ടിയിട്ട് നീ വെള്ളം വിതരണം ചെയ്തു. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു ഒരു കിണർ കുഴിക്കുകയും ആ കിണർ അവിടെ നിന്ന് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി സ്വതക്ക ചെയ്യുകയാണ്. എന്നിട്ട് വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കണം. അവിടെ നിന്ന് പറയുന്നു, ഹാദിഹി ലി ഉമ്മി സഈദിൻ, ഇത് സഈദിന്റെ ഉമ്മാക്കുള്ളതാണ് എന്ന് പറയുന്നു. അതെ, നേരത്തെ പറഞ്ഞതുപോലെ ഇത് ബദരീങ്ങളുടെ ആടാണ്, മുഹ്യിദ്ദീൻ ഷേഖ് തങ്ങളുടെ കോഴിയാണ് എന്ന് പറയുന്നത് പോലെ ഇത് സഈദിന്റെ ഉമ്മാന്റെ കിണറാണ് എന്നാണ് പറഞ്ഞത്. എന്താണ് സഈദിന്റെ ഉമ്മാന്റെ കിണർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം? അവിടെ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ വന്ന് അവിടെ വെള്ളം കുടിക്കും എന്നല്ലല്ലോ. പിന്നെ ഈ കിണർ ഉപയോഗിക്കുന്ന ഏതൊരു മനുഷ്യനും ഒരു ഗ്ലാസ് വെള്ളം ആ കിണറ്റിൽ നിന്ന് കുടിച്ചാൽ അതിൻ്റെ ഉപകാരം, അതിൻ്റെ പ്രതിഫലം സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാന്റെ ഖബറിലേക്ക് എത്തുമെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണ് അതിൻ്റെ ഉദ്ദേശം. അതേപോലെ തന്നെയാണ് ബദരീങ്ങളുടെ പേരിൽ ആട് നേർച്ചയാക്കുമ്പോൾ, അതേ മുഹ്യിദ്ദീൻ ഷേഖ് തങ്ങളുടെ പേരിൽ കോഴി നേർച്ചയാക്കുമ്പോൾ, അപ്പോൾ അവിടെ ഉദ്ദേശം അവരുടെ പേരിൽ മജ്‌ലിസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അന്ന് ഞാൻ അറുത്തു കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം
ബദരീങ്ങളുടെ ബർക്കത്ത്, മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളുടെ ബർക്കത്ത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെ മരണപ്പെട്ടവരുടെ പേരിൽ സ്വതക്ക ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് ഈ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ഹദീസ് ധാരാളം ഹദീസ് പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതിനെ സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.